പ്രിയ സഹോദരങ്ങളെ, എന്ത് വില കൊടുത്തും ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഇസ്രായേലും കൂട്ടരും അവരിവിടെ ആണവായുധത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തിനെ നശിപ്പിക്കുമ്പോൾ, മുമ്പ് സദ്ദാം ഹുസൈൻ ആണവായുധം കൈവശം വെച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ തൂക്കുമരത്തിലേറ്റുവോളം അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി പതിനായിരങ്ങളെ കൊന്നൊടുക്കി അവസാനം ഒന്നുമില്ലായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതുപോലെ ഇപ്പോൾ ഇറാന് നേരെയും അവർ അണുവായുധം കൈവശം വെച്ച ഇസ്രായേൽ, അവർക്കേ ഇത് വെക്കാൻ അർഹതയുള്ളൂ, അവർക്കാണ് ഇവിടെ എല്ലാറ്റിൻ്റെയും അധികാരം, മറ്റുള്ളവരിൽ അതുണ്ടാവരുത് എന്നുള്ള ഈ ത്വര കൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് സർവ്വരാജ്യങ്ങളും ഇവിടെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്താനുള്ള ഒരു വഴി തുറക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു മതം നോക്കിയോ അതല്ലെങ്കിൽ ജാതി നോക്കിയോ അല്ല നാം ഈ കാര്യങ്ങൾ പറയുന്നത്. മതമേതാവട്ടെ ജാതി ഏതാവട്ടെ, ഇവിടെ മനുഷ്യൻ്റെ സ്വൈരജീവിതം തകർക്കുന്നവരാരായാലും അതിനെതിരെ നമ്മുടെ മാനസികമായിട്ടെങ്കിലുമുള്ള വെറുപ്പ് നമ്മൾ അറിയിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു മനുഷ്യനാണ്. കുട്ടികളും എന്നതുപോലെ നിരപരാധികളും കൊന്നൊടുക്കപ്പെടുകയും എന്നതുപോലെ ഹോസ്പിറ്റലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുമ്പോൾ അവർ ഞങ്ങൾ ഹോസ്പിറ്റലിന് നേരെ ആക്രമണം നടത്തി അവരെ ഞങ്ങൾ വെറുതെ ആക്കൂല എന്ന് പറയുന്നവർ ഒരു രാജ്യത്തെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തുള്ള ഹോസ്പിറ്റലുകളും സ്കൂളുകളും മദ്രസകളും ഒക്കെ ബോംബിട്ട് തകർത്തിട്ടും അത് ഞങ്ങൾക്കാണ് ചെയ്യാനുള്ള അർഹത, നിങ്ങൾക്ക് എന്താ അർഹത, നിങ്ങളത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു ഗർവിലൂടെ ഇവിടെ ലോകം നീങ്ങുമ്പോൾ, ലോകത്തിനെ ഇവരിങ്ങനെ നയിക്കുമ്പോൾ നമ്മൾ മുഴുവനും ഇതിലെന്താണ് ഇതിൻ്റെ ഈ വിഷമം നമ്മളൊക്കെ അനുഭവിക്കാൻ പോകുന്നു. നമ്മളൊക്കെ ഈ മരിച്ചു വീണ പതിനായിരക്കണക്കിന് കുട്ടികൾ മരിച്ചു വീണ അവരുടെ ആ രക്തം ഒഴുകിയ മണ്ണ്, അതിൻ്റെ ഗന്ധം, അതിൻ്റെ ശാപം നമ്മുടെ എല്ലാ നാട്ടിലും ഉണ്ടായിരിക്കും. അതൊരു നിമിത്തമാണ്. നിമിത്തങ്ങൾ ഇവിടെ സംഭവിച്ചു കൊണ്ടേയിരിക്കുമെന്ന് യുക്തിവാദികൾ വരെ സമ്മതിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ ആ നിമിത്തത്തിന് ഇവിടെ എന്ത് ചെയ്യും, അതിൻ്റെ പ്രതിവിധി ഇവിടെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഈ പാവങ്ങൾ ഇങ്ങനെ ഈ മരിച്ചു പോകുമ്പോൾ അവർക്ക് വേണ്ടി ഒരു കണ്ണീരൊഴുക്കാനോ പ്രാർത്ഥിക്കാനോ പോലും നമ്മൾ തയ്യാറാവാതെ അവരെ പകരം അവർക്ക് ഗുണം ചെയ്യുന്നതിന് പകരം ആക്ഷേപിക്കാതിരിക്കുകയും ചെയ്യണ്ടേ? ഈ കാര്യമില്ലാത്ത നമ്മളൊക്കെ അവസ്ഥ എന്തിനാണ് നമ്മളൊക്കെ